കുറച്ച് ഓങ്കാരം ജപിക്കുക, വിഷ്ണു സഹസ്രനാമം. നിങ്ങളെല്ലാവരും ഇത് ശീലിക്കണം. രാവിലെ വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞ് ഞാൻ വെള്ളം കുടിക്കണം. കുളിച്ചു കഴിഞ്ഞാൽ കുളിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് പല്ലെങ്കിലും തേക്കുക. എന്നിട്ട് വിഷ്ണു സഹസ്രനാമം ചൊല്ലി ഞാൻ ചായ കുടിക്കുള്ളൂ. വിഷ്ണു സഹസ്രനാമം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകും. അതൊരു ശീലമാക്കി വെക്കുക. ഇതുപോലെ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ലളിതാ സഹസ്രനാമം ചൊല്ലിയിട്ട് കിടക്കും. ഒരു വാശിയിൽ ജീവിച്ചു നോക്കും. ഞാൻ ചെയ്യുന്ന ആളാണ്, ഞാൻ അത്രയും പറയുന്ന വെറുതെ പറയില്ല, ഞാൻ അങ്ങനെ ശീലിച്ച ഒരാളാണ്. ഇത് ജീവിതത്തിൽ അങ്ങനെ പ്രാക്ടീസ് ചെയ്തു പോയാൽ പല തരത്തിലുമുള്ള വിഘ്നങ്ങൾ നമ്മളിൽ നിന്ന് അകന്നകന്ന് പോകുന്നത് കാണാം. കാരണം ഈ മന്ത്രങ്ങളൊക്കെ അത്ര ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. കാരണം ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരു ഭാഗവത സപ്താഹം ഇപ്പൊ നിങ്ങൾക്കൂടെ കേൾക്കാൻ പറ്റുന്നത്. കേൾക്കാത്ത എത്ര ആളുകളുണ്ട്, ഇതറിയാത്ത എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ഇതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. നിങ്ങൾ ഇതിൽ വിട്ടുവീഴ്ച ചെയ്താൽ ഇന്ന് നിങ്ങൾ കുറെ സുഖം അനുഭവിക്കുമ്പോൾ നാളെ നിങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്താൽ. അതല്ലേ പണ്ടുള്ളവർ പറഞ്ഞ സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ കാവത്ത് കഴിക്കാന്നല്ലോ എഴുതിയത്. കാവത്ത് കഴിക്കാന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ആരോഗ്യവും എല്ലാം അനുകൂലമായിരിക്കുന്ന സമയത്ത് നല്ലത് ചെയ്തു വെച്ചാൽ കഷ്ടകാലം വരുന്ന സമയത്ത് അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കും.